നമുക്ക് എവിടെയോ തെറ്റ് പറ്റിയ പോലെ എന്റെ മനസ്സ് പറയുന്നു. എന്താന്നറിയില്ല, കുറച്ച് ദിവസങ്ങളായി വല്ലാത്തൊരു പെടച്ചില്. എനിക്കും ഇത്രകാലം ഒരു സമാധാനമൊക്കെ ഉണ്ടായിരുന്നു ആ ലിസീനെ കണ്ടുമുട്ടുന്നത് വരെ. അതിനുശേഷം നമ്മുടെ ജീവിതം തന്നെ മാറി മറിഞ്ഞു. നിന്റെ ഒരു സ്വഭാവം ആ കൊച്ചിന് കിട്ടിയിട്ടില്ലല്ലോ. നിന്റെ ഒരു ഫേസ് കട്ടും ഇല്ല. പിന്നെ നിന്റെ കെട്ടിയവന്റെ മുഖത്തെ അതേ കറുത്ത പാട് വരച്ചു വെച്ചതുപോലെ അതിന്റെ മുഖത്തും ഉണ്ട്. എന്നാലും എന്തെങ്കിലുമൊക്കെ ഒരു ഗുണം നിന്റെ കിട്ടേണ്ടതല്ലേ. എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ടമ്മേ. ഇപ്പൊ ഒന്നും പറയാറായിട്ടില്ല. നോക്കട്ടെ, എന്റെ സംശയങ്ങളൊക്കെ ശരിയാവരുതേ എന്നാണ് എന്റെ പ്രാർത്ഥന. ആരാ മോളെ? അറിയില്ലമ്മേ, പരിചയമില്ലാത്ത നമ്പറാ. നീ അത് അറ്റൻഡ് ചെയ്യേ. ഹലോ. 15 വർഷങ്ങൾക്ക് മുന്നേ നിങ്ങളുടെ ഡെലിവറി സമയത്ത് ചന്ദ്ര ഹോസ്പിറ്റൽ ഉണ്ടായിരുന്ന നേഴ്സാ. പേര് നൈന. സത്യമാണോ പറയുന്നേ? എന്താ മോളെ, ഈ എന്തു പറ്റി? ഞാനും ലിസിയും പണ്ട് തൊട്ടേ സുഹൃത്തുക്കളായിരുന്നു. ആ സമയത്താണ് ലിസി ഒരാളെ പരിചയപ്പെടുന്നത്. പേര് രാജശേഖരൻ. ആ സമയത്ത് അവൾ എന്നിൽ നിന്നും പതിയെ അകന്ന് അയാളുമായി അടുപ്പം കൂടാൻ തുടങ്ങിയിരുന്നു. പക്ഷെ അയാൾ അവളെ ചതിച്ച് മറ്റൊരു പെണ്ണിനെ വിവാഹം കഴിച്ചു. പിന്നീടാണ് അവൾ അറിയുന്നത് അവൾ ഗർഭിണിയാണെന്നുള്ള വിവരം. പിന്നീട് 9 മാസങ്ങൾക്ക് ശേഷം ഒരേ സമയത്ത് ലിസിയും രാജശേഖരൻ്റെ യഥാർത്ഥ ഭാര്യയും ചന്ദ്ര ഹോസ്പിറ്റലിൽ ഡെലിവറിക്ക് വേണ്ടി വന്നു. ആ സമയത്ത് ലിസി എന്നോട് ആവശ്യപ്പെട്ടു, നീ എനിക്കൊരു വാക്ക് തരണം. നീ എനിക്ക് പിറക്കുന്ന കുഞ്ഞിനെ യഥാർത്ഥ അച്ഛൻ്റെ കൈകളിൽ ഏൽപ്പിക്കണം. എന്നിട്ട് അയാളുടെ ഭാര്യയിൽ പിറക്കുന്ന കുഞ്ഞിനെ എന്നെയും. എനിക്ക് പിറക്കുന്ന കുഞ്ഞിനെ അയാൾ ലാളിച്ചാൽ മതി. അയാൾക്കുണ്ടാകുന്ന കുഞ്ഞിനെ ഞാൻ നരകിപ്പിക്കും. നീ എനിക്ക് വാക്ക് തരണം. ഞാൻ അവൾക്ക് വാക്ക് കൊടുത്തെങ്കിലും എനിക്കെന്തോ എൻ്റെ മനസാക്ഷി അതിന് അനുവദിച്ചില്ല. ഞാൻ ആ തെറ്റിന് കൂട്ടുനിന്നില്ല. ലിസിക്കുണ്ടായ കുഞ്ഞിന് അയാളെപ്പോലെ മുഖത്തൊരു കറുത്ത പാടുണ്ടായിരുന്നു. ലിസി ആ കുഞ്ഞിനെ മാറ്റും മുൻപ് ഞാൻ സ്വന്തം കുഞ്ഞിനെ രാജശേഖരന് കൈമാറി. അതിനുശേഷം ലിസി എന്നോട് മിണ്ടിയിട്ടില്ല. അമ്മേ, ഞാൻ എൻ്റെ സ്വന്തം കുഞ്ഞിനെയാണോ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടത്? ഞാനിനി എവിടെ പോയി തരാം എൻ്റെ മോളെ? എന്റെ കൊച്ചുമോളെ ഞാൻ എത്ര വിഷമിപ്പിച്ചു. അതിപ്പോ എവിടെയാണോ എന്തോ.